الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്ക് ഈ പ്രഭാതം ഖൈറുള്ളതാക്കി തരട്ടെ. വിചാരിച്ച വിഷയങ്ങളിലെല്ലാം ഉപരിയായ വിജയം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചൊരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയുള്ള മറ്റൊരു ചരിത്ര ശകലമാണ് ഇന്ന് നിങ്ങളെ കേൾപ്പിക്കുന്നത്. ചുറ്റുഭാഗവും കൂടി നിന്ന് ആളുകളൊക്കെ പരിശുദ്ധ ഇസ്ലാമിനെ ഒരു അപരിഷ്കൃത മതമായും ഈ കാലഘട്ടത്തിൽ പറയാൻ പറ്റാത്തൊരു പ്രത്യയശാസ്ത്രമൊക്കെയായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലം ഇസ്ലാമിനെ വളരെ മോശമായി ചിത്രീകരിക്കപ്പെടുകയാണ്. പക്ഷേ ഇസ്ലാമിൻ്റെ സൗന്ദര്യത്തെ തിരിച്ചറിയാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ട ചിലർക്ക് പോലും സാധിക്കാതെ പോകുന്നു എന്നുള്ള സങ്കടമാണ്. അവിടെയാണ് ഒരു തിരുത്തുവായന നമുക്ക് ഇവിടെ വരുന്നത്. അനിൽ മഅറൂർ ഇബ്നു സുവൈദ് റളിയല്ലാഹു അൻഹു, മഅറൂർ ഇബ്നു സുവൈദ് എന്ന സഹാബിയിലൂടെ റിപ്പോർട്ട് ചെയ്യുക. അന്ന് കാലത്ത് നടന്നൊരു വിഷയത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ടവർ പറയാണ്, ലഖീതു അബാ ദർരിൻ ബിറബദ വഅലൈഹി ഹുല്ല വഅലാ ഗുലാമിഹി ഹുല്ല. ഞാനിങ്ങനെ റബദയിൽ പോയപ്പോൾ അവിടെ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു സഹാബിയാണ്, അദ്ദേഹത്തെ ഞാൻ കണ്ടു. അദ്ദേഹം നല്ലൊരു ജോഡി ഡ്രസ്സ് ധരിച്ചിട്ടുണ്ട്. വഅലാ ഗുലാമിഹി ഹുല്ല, അദ്ദേഹത്തിന്റെ ഭൃത്യൻ അടിമ വേലക്കാരനുണ്ട്, അയാൾക്കും ഉണ്ട് അതേപോലെ ഡ്രസ്സ്. അപ്പൊ യജമാനനും ഈ അടിമക്കും എന്താണ് ഒരേപോലത്തെ ഡ്രസ്സ്, രണ്ടാളും ഒരേപോലത്തെ ഡ്രസ്സ് ധരിച്ച് കാണിച്ചു. അപ്പൊ അതൊരു പതിവിന് വിപരീത കാഴ്ചയാണ്. മുതലാളിമാരുടെ വേഷമല്ലല്ലോ തൊഴിലാളികൾ ഇടുക. അപ്പൊ ഒരു വ്യത്യാസം ആണ് ഉണ്ടാവല് സാധാരണ. ഇത് രണ്ടും ഈക്വലായിട്ട് കണ്ടപ്പോ മഅറൂർ പറയാണ്, ഞാൻ അബൂദറിനോട് ഇതിനെപ്പറ്റി ഒരു വിശദീകരണം ചോദിച്ചു. ഫഖാല, അപ്പൊ അബൂദർ മറുപടി പറഞ്ഞു. ആ മറുപടിയാണ് നമുക്ക് ചിലതൊക്കെ പഠിക്കാനുള്ളത്. അദ്ദേഹം പറയണേ, ഇന്നീ സാബബ്തു റജലൻ, മുമ്പൊരിക്കൽ ഒരു അടിമയുമായി ഞാൻ വഴക്കിട്ടു. ഫഅയ്യർതുഹു ബിഉമ്മിഹി, അവന്റെ ഉമ്മാനെ പറഞ്ഞുകൊണ്ടുമാണ് ഞാൻ അപമാനിച്ചു. ചില ആളുകളാണ് ചീത്ത വിളിക്കുമ്പോൾ വേഗം പോവുക വാപ്പയിലേക്കും ഉമ്മയിലേക്കുമാണ്. അന്ന് ഒരു ജാഹിലിയ സ്വഭാവമാണ്. അബൂദർ പറയാണ്, ഞാൻ ഈ അടിമയായിട്ട് വഴക്കിട്ടപ്പോ ഞാൻ അവന്റെ ഉമ്മാനെ പറഞ്ഞിട്ടുമാണ് ഞാൻ അപമാനിച്ചു. എന്താ പറഞ്ഞെന്നറിയോ? കറുത്തോളം മോനേന്ന് വിളിച്ചു. ഇവന്റെ ഉമ്മ, അതായത് ഈ അടിമയുടെ ഉമ്മ കറുത്തിട്ടാണ്. അപ്പൊ ഉമ്മാന്റെ നിറം പറഞ്ഞിട്ട് ഈ മകനെ അപമാനിച്ചു. കറുത്തവളുടെ മകനേന്ന് വിളിച്ചിട്ട് അപമാനിച്ചു. അങ്ങനെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്നും ഈ വർണ്ണവെറി ഈ പരിഷ്കൃത ലോകത്തും ഈ വികസിത രാജ്യങ്ങളിൽ പോലും ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത്. അവിടെയാണ് ഇസ്ലാമിന്റെ സൗന്ദര്യത്തെ നമ്മൾ തിരിച്ചറിയേണ്ടത്. ആ കാലഘട്ടത്തിൽ കറുത്തോള മോനേന്ന് വിളിച്ചിട്ട് ഒരടിമയെ അപമാനിച്ചു. ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലെത്തി. ആരാന്നറിയ? അബൂദർ പരിശുദ്ധ ഇസ്ലാമിന്റെ വിളംബരം ആരംഭിച്ച മുതൽക്ക് അതിന്റെ തുടക്കകാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളാണ് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു. ചരിത്രം പറയുന്നത് 4-മതോ 5-മതോ ഒക്കെ ആയിട്ട് ഇസ്ലാം സ്വീകരിച്ച ആളാണ്, മെമ്പർഷിപ്പ് എടുത്ത ആളാണ് അബൂദർ. പക്ഷെ അബൂദറിന്റെ ഭൂതകാല ജീവിതം നമ്മൾ ആശ്ചര്യപ്പെടുത്തും. അദ്ദേഹത്തിന്റെ ജീവിതം എന്താണെന്ന് വെച്ചാല് തട്ടിപ്പറയാൻ, കൊള്ള, വഴിയിൽ നിൽക്കുക, പിടിച്ചു പറിക്കുക, എന്നിട്ട് ആ സ്വത്ത് കൊണ്ടുപോയിട്ട് തിന്നുക, ഇങ്ങനെയുള്ളൊരു ജീവിതം നയിച്ച ഒരു ഗുണ്ടായിസുള്ള ആളായിരുന്നു അബൂദർ ഗിഫാരി. അവരാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ ഒരു സമത്വ സുന്ദരമായിട്ടുള്ള ഒരു ആശയം പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു പ്രവാചകൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം വന്നപ്പോ അത് പോയി സ്വീകരിക്കണം എന്നൊരു തോന്നൽ മനസ്സിൽ. അങ്ങനെയാണ് ചില ആളുകൾക്ക് ഒരു മാറ്റം. അങ്ങനെ കംഫർട്ടായിട്ട് വന്നിട്ടുള്ള ആളാണ് അബൂദർ ഗിഫാരി. പിന്നെ ഈ അബൂദർ എന്തായി? ചരിത്ര പ്രസിദ്ധനായി, ലോകത്ത് മാതൃകയാകാൻ പറ്റുന്ന അത്രയും സംശുദ്ധ ജീവിതത്തിന്റെ ഉടമയായി മാറി. ആ അബൂദർ ഗിഫാരിയുടെ ആദ്യകാല ചരിത്രത്തിൽ ഒരു ഭാഗമാണ്. അങ്ങനെ അബൂദർ പറയാണ്, ഈ വിവരം നബിയുടെ അടുത്തേക്ക് എത്തി. അപ്പൊ അബൂദറിനെ വിളിച്ചിട്ട് റസൂലുള്ള ചോദിക്കുകയാണ്, യാ അബൂദർ
അബൂദർറെ അയ്യർതഹു ബി ഉമ്മിഹി, ഉമ്മാനെ പറഞ്ഞുകൊണ്ട് നീ അപമാനിച്ചോ ആ വ്യക്തിയെ? നിനക്ക് ഇപ്പോഴും ജാഹിലിയ സ്വഭാവം ഉണ്ടല്ലേ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശക്തമായി ശകാരിച്ചു ബഹുമാനപ്പെട്ട അബൂദർ. ഉമ്മാനെ പറഞ്ഞിട്ട് ഒരാളെ അപമാനിക്കുക, ഇപ്പോഴും ജാഹിലിയ സ്വഭാവം വെച്ചു പുലർത്തുകയാണ്. ഇഖ്വാനുക്കും ഖബലുക്കും, അവരാരാ? നിങ്ങളുടെ സഹോദരന്മാരാണ് എന്ന് പറഞ്ഞാൽ എല്ലാ മുഅ്മിനീങ്ങളും നമ്മുടെ സഹോദരന്മാരാണ്. ഒരു ഉമ്മ വരുന്ന മക്കളെ പോലെയാണ്, സഹോദരന്മാരാണ്. ഖബലുക്കും, നിങ്ങളെ കാര്യങ്ങളൊക്കെ ശരിയാക്കി തരുന്ന ആളുകളാണ്, നിങ്ങളുടെ വേലക്കാരാണ് അവർ. ജഅലഹുമുല്ലാഹു തഹ്ത ഐദീക്കും, അവർക്കും നല്ല പൗരത്വമുണ്ട്, വ്യക്തിത്വമുണ്ട്. പക്ഷെ അവർക്കുള്ള ചില അധികാരങ്ങൾ അവരെക്കാൾ മീതെ നിങ്ങൾക്കൊരു കൈ അവരുടെ മേലിലുണ്ട്. ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അധികാരമുണ്ട് അവരുടെ മേലിൽ, എന്തൊഴിച്ചാൽ എല്ലാം അവർ നിങ്ങളൊക്കെ ഒരുപോലെ തന്നെയല്ലേ. ഫമൻകാന അഖൂഹു തഹ്ത യദിഹി, അതുകൊണ്ട് ആരുടെയെങ്കിലും ഉടമസ്ഥതയിൽ ഇതുപോലുള്ള അടിമകളോ വേലക്കാരോ ഉണ്ടെങ്കിൽ ഈ മുതലാളി തിന്നുന്നത് തന്നെ ആ വേലക്കാരനും തീറ്റിക്കട്ടെ. ഈ മുതലാളി ഉടുക്കുന്നത് തന്നെ ആ വേലക്കാരനെയും ഉടുപ്പിക്കട്ടെ. അവർക്ക് താങ്ങാൻ കഴിയാത്ത ജോലി അവരെ ഏൽപ്പിക്കരുത്. ഇനി അതല്ല, ഭാരപ്പെട്ട ജോലിയാണ് നിങ്ങൾ ആ വേലക്കാരെ ഏൽപ്പിച്ചതെങ്കിൽ നിങ്ങൾ അവർക്ക് ഹെൽപ്പ് ചെയ്തു കൊടുക്കണം, സഹായിച്ചു കൊടുക്കണം. അല്ലാതെ ഒരു വേലക്കാരനെ നിങ്ങൾ എന്താക്കാൻ പാടില്ല, കഷ്ടപ്പെടുത്താൻ പാടില്ല. താങ്ങാൻ കഴിയാത്ത, ചെയ്യാൻ കഴിയാത്ത ജോലി അവരെ കൊണ്ട് ഭാരിച്ച ജോലി ചെയ്യിച്ചിട്ട് അവരെ പ്രയാസപ്പെടുത്താൻ പാടില്ല. അങ്ങനെ ചിലപ്പോൾ ഭാരപ്പെട്ട പണി എടുക്കേണ്ടി വരും. അപ്പോൾ എന്ത് വേണം? ഒരു ഹെൽപ്പ് ചെയ്തു കൊടുക്കണം, സഹായം ചെയ്തു കൊടുക്കണം. ഒരാളെ കൂടെ വെച്ചു കൊടുക്കാനാണെങ്കിൽ അങ്ങനെ, ഒരു യന്ത്രം വാങ്ങിക്കൊടുക്കലാണെങ്കിൽ അങ്ങനെ, വല്ല വാഹനം വാങ്ങിക്കൊടുത്തിട്ടാണെങ്കിൽ അങ്ങനെ, അവനെ അതിലേക്ക് നിങ്ങൾ ഹെൽപ്പ് ചെയ്തു കൊടുക്കണം. ഇനി അതിനൊന്നും കഴിയുന്നില്ല, നിങ്ങൾക്ക് ഭാരപ്പെട്ട ജോലിയാണ്, ഇയാൾക്കത് താങ്ങാനും കഴിയുന്നില്ല, എന്നാൽ പിന്നെ നിവൃത്തിയില്ലാതെ വന്നാൽ ഇയാളെ വിൽക്കണം, വേറെ ആർക്കെങ്കിലും കൊടുക്കണം, എന്നിട്ട് വേറെ പറ്റിയ ആളെ വെക്കണം എന്നല്ലാതെ ഒരാളെയും ദ്രോഹിക്കാൻ പാടില്ല, ഒരാളെയും പ്രയാസപ്പെടുത്താൻ പാടില്ല. നിങ്ങൾ ഉടുക്കുന്നത് വേലക്കാർക്കും കൊടുക്കുക, നിങ്ങൾ കഴിക്കുന്നത് അവർക്കും കഴിക്കാൻ കൊടുക്കുക. ഒരാളുടെയും വ്യക്തിത്വത്തെ മോശമായും ചെറുതായും കാണാൻ പാടില്ല, അപമാനിക്കാൻ പാടില്ല. ഒരടിമയോട് കാണിക്കേണ്ട ഒരു മര്യാദയെ കുറിച്ചാണ് ഈ പറഞ്ഞു. അബൂദറിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വിഷയങ്ങളാണ്. കണ്ടോ, നമ്മുടെ സ്വഭാവത്തിലും ചിലപ്പോഴൊക്കെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് എൻ്റെ ഉമ്മ അങ്ങനത്തോളല്ലടാ, എൻ്റെ ബാപ്പ അങ്ങനത്തോലല്ലടാ എന്ന് പറഞ്ഞിട്ടുണ്ടാക്കും. നമ്മളും കത്തിക്കയറി. കാരണം ഉമ്മ എങ്ങനെയോ ആകട്ടെ, ബാപ്പ എങ്ങനെയോ ആകട്ടെ, ഈ വ്യക്തിയിൽ എന്താണ് കുഴപ്പം? ആ വ്യക്തിക്ക് തകരാറുണ്ടെങ്കിൽ അതിനെപ്പറ്റി പറയാമെന്നല്ലാതെ ഉമ്മാനെ കുറിച്ച് പറയണം, ബാപ്പാനെ കുറിച്ച് പറയണം. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, സ്വന്തം ബാപ്പയെയും ഉമ്മയെയും ഒരാളും ചീത്ത പറഞ്ഞു പോകരുത് എന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, അങ്ങനെ ആരെങ്കിലും പറയും സ്വന്തം ബാപ്പാനും ഉമ്മാനും ചീത്ത പറയോ? അപ്പൊ നബിയുടെ മറുപടി എന്താ? അതെ, നിങ്ങൾ മറ്റൊരാളുമായി വഴക്കിടുമ്പോൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് ഓന്റെ വാപ്പാനെ പറയും. നിങ്ങൾ ഓന്റെ വാപ്പാനെ പറയും, ഓ നിങ്ങളെ വാപ്പാനെ പറയും. അപ്പൊ നിങ്ങളെ വാപ്പാനെ പറയിപ്പിച്ചതാരാ? നിങ്ങളെ വാപ്പാനെ പറയുന്നതിന്റെ സ്ഥാനത്താണത് എന്ന് പറഞ്ഞു തരുന്നു. അപ്പൊ ഇതുപോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കേണ്ടി വരുമ്പോഴും നല്ല കരുതൽ നമുക്ക് വേണം എന്നും ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ള അടിമ വ്യവസ്ഥയിൽ അടിമയോട് പെരുമാറേണ്ട രീതി പരിശുദ്ധ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിനെ പഴിചാരാനോ പരിഹസിക്കാനോ ഒരു പഴുതും ഇല്ല. ഇസ്ലാം സമത്വത്തിന്റെ അതുപോലെ തന്നെ നീതിയുടെ, എല്ലാവരുടെയും വ്യക്തിത്വത്തെ അംഗീകരിക്കുന്ന, സമാനതകളില്ലാത്ത സന്തോഷത്തിന്റെ ഒരു പ്രത്യയശാസ്ത്രമാണ് പരിശുദ്ധ ഇസ്ലാം. ആ ഇസ്ലാമിന്റെ ആശയങ്ങൾക്ക് എക്കാലത്തും മൂല്യമുണ്ട്. അതൊരു കാലത്തും ഔട്ട് ഓഫ് ഫാഷൻ ആവണില്ല. ഏത് പരിഷ്കൃത യുഗത്തിലും സ്വീകരിക്കാൻ പറ്റുന്ന ഒരു മാനദണ്ഡം, അതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയങ്ങൾ എന്നുകൂടി മനസ്സിലാക്കാം. അൽഹംദുലില്ലാഹ്, ഈ അബൂദറിനെ പറ്റി റസൂൽ ഒരു പ്രവചനം നടത്തിയിരുന്നു. അബൂദറിനെ പറ്റി, നീ ഒറ്റക്ക് ജീവിക്കും, ഒറ്റക്ക് മരിക്കും, ഒറ്റക്ക് മറികടക്കപ്പെടും, ഒറ്റക്ക് പുനർജന്മം നൽകപ്പെടും എന്നും പറഞ്ഞു. ഞങ്ങളുടെ ഈജിപ്ത് യാത്രയിൽ അബൂദറുൽ ഗഫാരി റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന്റെ ഖബർ ഈ പറഞ്ഞ പോലെ തന്നെ ഒറ്റക്കൊരു സ്ഥലത്താണ്. 4 ഭാഗം ചുറ്റുഭാഗം എന്താണ്, റോഡുകളൊക്കെ പോകുന്നുണ്ട്. ഒരു പട്ടണത്തിന്റെ ഒരു ഭാഗത്ത് തന്നെയാണ്, നടു റോട്ടിൽ ഒറ്റയ്ക്ക് ഈ ഒരു ഖബർ മാത്രം.
അബൂദർ ഗിഫാരി. അപ്പുറത്ത് കൂടിയും വണ്ടി പോകും, ഇപ്പുറത്ത് കൂടിയും വണ്ടി പോകും. ചെറിയ ഒരു ദർഗ, ഒരു കെട്ടിടം, അതിനകത്താണ് ബഹുമാനപ്പെട്ട അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ കിടക്കുന്നത്. ഇവര് വഫാത്തായ സമയത്തും അധികം ആളുകളൊന്നുമില്ല. ഈ മയ്യത്ത് ചുമന്നുകൊണ്ട് വരികയാണ്, ആളില്ല, ഒറ്റപ്പെട്ട രൂപത്തിൽ. അത് റസൂലുള്ളാഹിയുടെ ഒരു പ്രവചനമാണ്. കാരണം ഓരോരുത്തർക്ക് അള്ള വെച്ചിട്ടുള്ള ഒരു വരയുണ്ടാവും. ആ വര നേരത്തെ കാലക്കൂട്ടി ഇതുപോലെ അള്ളാഹുവിൽ നിന്നും പിന്നെ അനുഗ്രഹീതമായിട്ടുള്ള അറിവ് കിട്ടുന്ന അമ്പിയാക്കൾ, ഔലിയാക്കൾ പോലത്തെ ആളുകൾക്ക് പ്രവചിക്കാൻ കഴിയില്ല. ആ പ്രവചനത്തിന്റെ ഭാഗമാണ്. പക്ഷെ വലിയ മഹാനാണ്, വലിയ സഹാബിയാണ്. ഇസ്ലാമിന്റെ ആദ്യകാലക്കാർ വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ എന്ന് പറഞ്ഞ ആദ്യത്തെ മെമ്പർമാരാണ് ഇസ്ലാമിൽ. അതുകൊണ്ട് അവർക്ക് വലിയ പദവിയും ബഹുമാനമൊക്കെയാണ്. അൽഹംദുലില്ലാഹ് അവരെ സിയാറത്ത് ചെയ്യാൻ സാധിച്ചു. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഇനിയും അതുപോലുള്ള മഹാന്മാരുടെ ചാരത്തെത്താൻ. ഈ ചരിത്രമൊക്കെ പറയുമ്പോൾ നമ്മളവിടെ എത്തുമ്പോൾ എനിക്കിപ്പോൾ അവിടെ എത്തിയതുപോലെ തോന്നും. അപ്പം അതുപോലെ ആ ഒരു അനുഭൂതി എല്ലാവർക്കും ഉണ്ടാവട്ടെ. അള്ളാഹു എല്ലാവർക്കും തൗഫീഖാക്കി തരട്ടെ. നല്ല കാര്യങ്ങൾ നല്ലപോലെ ചിന്തിച്ച് നല്ലപോലെ പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും വലിയ തൗഫീഖും സൗഭാഗ്യവും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ജീവിതം, നമ്മുടെ മരണം, അനന്തര ജീവിതം എല്ലാം അല്ലാഹു തആല സന്തോഷമുള്ളതും ഖൈറുള്ളതുമാക്കി തരട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.